രേണുക 6 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് മുകിൽ നമുക്ക് നൽകിയ റിപ്പോർട്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിഫ്റ്റിൽ കുടുങ്ങിയ 6 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ നിമിഷത്തെ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ അതേസമയം അവിടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുമില്ല. മാത്രവുമല്ല, ആശുപത്രിക്കുള്ളിൽ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതും പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. പൂർണ്ണതോതിൽ ആശുപത്രിയിൽ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് മുകിൽ നൽകിയിട്ടുള്ള വിവരം. അത് തന്നെയാണ് സാഹചര്യം ആര്യ. റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. തീയും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 തരത്തിലുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4 നിലകളുള്ള ആശുപത്രിയാണ്. അതിൽ 100 കിടത്തി ചികിത്സയിലുള്ള രോഗികൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൂട്ടിരിപ്പുകാരുൾപ്പെടെ എത്ര പേർ ആശുപത്രിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഓരോ മുറിയിലും ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടുന്ന ജോലിയുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ആ ഭീതി അകലുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തീ അണയ്ക്കാനുള്ള അശ്രാന്തമായ പരിശ്രമം നടക്കുന്നു. അതിന് ഫയർഫോഴ്സുകൾ കൂടുതൽ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. നേരത്തെ മുകിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, കാഷ്വാലിറ്റി ഭാഗത്താണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. അത് പക്ഷേ ഈ മുകളിലുള്ള 3 നിലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൂർണ്ണമായും തീപിടുത്തം ഈ 4 നിലകളെയും ബാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, കൂട്ടിരിപ്പുകാരുണ്ട്. ഈ തീ പിടിച്ചപ്പോൾ തന്നെ, തീ പടർന്നു പിടിച്ചപ്പോൾ തന്നെ മറ്റെല്ലായിടത്തേക്കും ഈ വിഷപ്പുക ഉൾപ്പെടെ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾ പരിഭ്രാന്തരായി. എവിടെ എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന് അറിയാതെ ആളുകൾ പരിഭ്രാന്തരായി പലയിടത്തേക്കും ഓടി. ഗ്രൗണ്ട് ഫ്ലോറിൽ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ കുറേ അധികം പേർ മുകളിലേക്കാണ് ഓടിപ്പോയത്. അങ്ങനെ പോയവർ ചിലർ ലിഫ്റ്റിൽ കയറുകയും അവിടെ കുടുങ്ങുകയും ചെയ്തു. അതാണ് ഈ 6 പേർ. അവരെ സംബന്ധിച്ചായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. പക്ഷെ അവരെ നമുക്ക് രക്ഷിക്കാനായി എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നു. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ മുറികൾ, അതിനടുത്തുള്ള മുറികൾ, വിഷപ്പുക കയറിയ ഇടങ്ങൾ, അവിടെയൊക്കെ ഉള്ള ആളുകൾ, ആ മുറികളൊക്കെ തുറന്ന് അവിടെയൊന്നും ആളുകൾ ഇല്ല എന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭീതി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും കണ്ടെത്തുന്ന ഓരോ ആളുകളെയും വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. അത് മുകിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയാണ്. അതിൽ നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും സേനാംഗങ്ങളും ഒക്കെ, പോലീസും മറ്റ് സേനാംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമവും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന വിവരം. പക്ഷേ വലിയൊരു ആശങ്ക ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നവരുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അകലുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മന്ത്രി പെരിയസ്വാമിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ അടുത്ത ആശുപത്രികളിലേക്ക് മാറ്റുന്നു. ഇതിൽ പലരും വിഷപ്പുക ശ്വസിച്ചുകൊണ്ടാണ് അബോധാവസ്ഥയിലായ ആളുകളുണ്ട്. പിന്നെ മാത്രവുമല്ല, ഈ പരിഭ്രാന്തരായി ഓടിപ്പോയ രോഗികൾ ഉണ്ട്. അവർ വീണും മറ്റുമൊക്കെ പരിക്ക് പറ്റിയവരുണ്ട്. ഇവരൊക്കെ എന്തായാലും അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. 9:30 കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ദിണ്ടിഗലിലെ സിറ്റി ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. അസ്ഥിരോഗ ചികിത്സയിലേക്ക് പേരുകേട്ട ആശുപത്രിയാണ്, സ്വകാര്യ ആശുപത്രിയാണ്. 4 നിലകളിലായി പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ 100ഓളം കിടത്തി ചികിത്സയിലുള്ള രോഗികൾ ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടിരിപ്പുകാരുണ്ടായിരുന്നു. വലിയ ഒരു ദുരന്തമാണ് എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. ഈ മരിച്ചതിൽ 6 പേർ, മുകിൽ പറയുന്നത് 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ്. പക്ഷേ 7 പേരുടെ മരണം എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന കാര്യമാണ് മുകിൽ സൂചിപ്പിച്ചത്. അതിൽ ഒരു 3 വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടുന്നു. 2 പുരുഷന്മാരും, 2 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. ഓരോ മുറികളും, ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗവും തുറന്ന് അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഈ ആശങ്ക അകലുകയുള്ളൂ. ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ചിട്ടില്ല എന്നതും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം വളരെ ഊർജിതമായി തന്നെ അവിടെ നടന്നു വരികയാണ്. നാട്ടുകാരൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പിന്നീട് ഇപ്പോൾ പൂർണ്ണ സജ്ജമായ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ 4 നിലകളുള്ള കെട്ടിടം വലിയ കെട്ടിടമാണ്. അതിൻ്റെ ഓരോ മുറികളിലും കയറിയുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. തീർച്ചയായും തീ അണയ്ക്കാനുള്ള അശാന്ത പരിശ്രമം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.